75 ചാനലുകൾ ഒരുമിച്ച് അയാൾക്കെതിരെ നെഗറ്റീവ് കണ്ടന്റ് ഇടും. ഇടാനുള്ള ഒരുമിച്ചിരുന്നിട്ട് വേറെ വിവാദം ഉണ്ടാക്കാതെ പോടെ. അപ്പം നമ്മുടെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ സീസൺ 3 ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ, ഈ വോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ, അതും കുറെയൊക്കെ പറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ ആൾക്കാരെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഓക്കെ, അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാനിപ്പോ വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു. 75 ചാനലുകൾ ഒരുമിച്ച് അയാൾക്കെതിരെ നെഗറ്റീവ് കണ്ടന്റ് ഇടും. ഇടാനുള്ള ഓർഡർ ഒരു പ്രത്യേക ഇടത്തുനിന്ന് പോകും. അതിന്റെ പേയ്മെന്റ് ആ ഇടത്തുനിന്ന് തന്നെ കിട്ടും. നിങ്ങൾ എന്ത് കരുതുന്നു? നമ്മൾ വിചാരിക്കുന്ന ഒരു 75 പേര് ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കും. സംഗതി ഇതാണ്, നിങ്ങൾ 24/7 കാണുന്നതും എഡിറ്റഡാണ്. പിന്നെ ഈ വോട്ടിംഗിനെ പറിച്ചിട്ടുണ്ട്. വോട്ടിംഗ് ഒക്കെ ചുമ്മാ വെറും വെറുതെ. വോട്ടിംഗ് ഫുൾ കളത്തരമാണെന്നാണ്. അല്ല, ഫുൾ വോട്ടിംഗ് നിങ്ങൾ കാണുന്ന പോലെ അല്ലേ? ആർക്ക് എത്ര വോട്ടൊക്കെ ഫൈനൽ കൗണ്ട് വരണമെന്നൊക്കെ ഞങ്ങളുടെ കണ്ടസ്റ്റൻസിന്റെ മുമ്പിൽ ഇരുന്ന് ഗ്രാഫിക് കാർഡ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം എന്റെ സീസണിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം. ഇത് ഞാൻ അകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ഇമേജ് പുറത്തേക്ക് ഇങ്ങനെ വന്നു തുടങ്ങുന്ന ആ ടൈമിൽ അതിനെ മാറ്റി പോസിറ്റീവ് ആക്കി തരാമെന്ന് പറഞ്ഞ് എന്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് വിലപേശിയ ഒരു കക്ഷിയുണ്ട്. അയാൾ ബിഗ് ബോസിന്റെ ആരുമല്ലേ, അയാളെ ബിഗ് ബോസിന്റെ ക്രൂവിലെ ഒരു മെമ്പർ മാത്രമാണ്, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ ബിഗ് വീഡിയോ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ ആൾക്കാർ സത്യമാണ്, കുറെ ആൾക്കാർ കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കി വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് സത്യത്തിലാണ്. ഈ ബിഗ് ബോസ് സ്ഥിരം കാണുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട് എന്റെ. എന്നിട്ട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ജിൻഡു ഒക്കെ ഇതിനകത്ത് എന്ത് ചെയ്തു? കാരണം ഈ സോഷ്യൽ മീഡിയയിലെ കുറെ ഗബ്രി കോമ്പ, അതിന്റെ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം, നായകൻ വില്ലൻ, അതായത് നായകൻ ഇവനാണെങ്കിൽ വില്ലൻ. ഇപ്പൊ ഇന്നലെ എനിക്ക് എന്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നായകൻ പോടാ, വില്ലൻ പോയടാ, ഇനിയിപ്പോ കാണാൻ കൊള്ളത്തില്ല, ഇനി എന്തുവാ, ആരാ വില്ലൻ? ഗബ്രിയെ ഉദ്ദേശിച്ചാ പറയുന്നത്. ഓക്കെ, ഇങ്ങനൊക്കെ കുറെ മൈൻഡ് ഉള്ളവരുണ്ട്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ഈ PR വർക്ക് അത് അതുപോലെ അവന്മാര് PR പരിപാടി ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞില്ല, ഭാര്യയെ വിളിച്ചിട്ട് നെഗറ്റീവ് ആയിരിക്കുന്ന ഹസ്ബൻഡിനെ ഇത്രയും പോസിറ്റീവ് ആക്കാം, അങ്ങനെ ആക്കാം, ശരിയല്ലേ? ഇപ്പൊ തന്നെ ചില ജാസ്മിനൊക്കെ നല്ല പക്ക പോസിറ്റീവായിട്ട് വരുന്നില്ലേ? ഒരു 50-55 ദിവസം ഉള്ള ജാസ്മിനാണോ ഇപ്പോഴത്തെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ? ഇപ്പൊ നല്ല രീതിയിൽ നല്ല കട്ട സപ്പോർട്ട് ജാസ്മിന് വന്നു തുടങ്ങിയിട്ടേ. അപ്പൊ ഗബ്രി പോയിന്റെയാന്ന് പറയും. അങ്ങനല്ല, അങ്ങനെ ഒന്നുമല്ല. ഇതിൻ്റെ ഇടയിൽ PR നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും അറിയാം. ഒരു 75-100 കമന്റ് ഒപ്പിക്കാനാണോ പാട്? അവർക്ക് തന്നെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഗബ്രിയുടെ ഇന്റർവ്യൂ ഇറങ്ങിയ സമയത്ത് ഗബ്രിയുടെ ഇന്റർവ്യൂ മൊത്തം പോസിറ്റീവ് കമന്റ്സ് ആണ്. പോസിറ്റീവ് എന്ന് വെച്ചാൽ ബോംബ്. പക്ഷെ അദ്ദേഹത്തിന്റെ നെഗറ്റീവ് ഇടുവാണെങ്കിലോ അതേ ഐഡിയ തന്നെ ആയിരിക്കും ചിലവന്മാർ നെഗറ്റീവ് ഇടുന്നത്, എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ എന്താ പറയാ, ഈ PR വർക്കിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചില ആൾക്കാരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ അതിന് താഴെ മൊത്തം പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ അതിന് താഴെ മൊത്തം, അല്ലെങ്കിൽ തിരിച്ച് പറയത്തില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ വോട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഒരുപാട് കളികളും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. എന്നുവെച്ചാൽ PR അവർക്ക് അതിന്റെ തലയുണ്ട്, അവർക്ക് അതുപോലെ ചെയ്യാനും പറ്റും നല്ല രീതി. ഓക്കെ, നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് പോകാം. ഋഷി ഇന്നലെ ലാലേട്ടൻ എടുത്തിട്ട് അങ്ങ് ഇതായല്ലോ, എപ്പോ പോയി എടി വാടി പോടി മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞൊരു സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്താ ലാലേട്ടാ, ഋഷിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു ഇത്, ബാക്കി ആർക്കും ഇല്ലേ? അപ്പൊ ജാസ്മിൻ വിളിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നും ഇല്ലേ? ലാലേട്ടാ അപ്പൊ അത് സംബന്ധമായിട്ടുള്ളൊരു നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. മീൻസ് നമ്മുടെ ഷഫീന ബീബിയുടെ അതിനകത്തൊരു ഇത് കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ജാസ്മിൻ ഉപയോഗിച്ച കുറച്ച് വേർഡുകളുണ്ട്, അതൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ജാസ്മിൻ്റെ നല്ല നല്ല ഭാഷകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് എന്താ, ഋഷിയുടെ ഭാഷ മോശമാണ്. ഇനി ബിഗ് ബോസ് അണ്ണൻ്റെ സ്വന്തം മോളൂസ് അല്ലേ എന്നുള്ള രീതിയില്ല, മോളൂസ് അല്ലേ എന്നുള്ള രീതിയില്ല. ഭാഷകൾ ഏതൊക്കെയാണ്? എന്തുവാ, നീ പണയടാ, അത് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള, നീ പണയടാ, പോടാ തന്തയില്ലാത്തവനെ. അത് ജിൻഡോനോടൊരു കാര്യം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. എന്ത് തന്തയിലായ്മ എന്തുവാ കാണിച്ചാലും ആ ഒരു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പോടാ കരിഞ്ഞവനെ, പോടാ ഷൊട്ടെ, പോടാ ഷൊണ്ണ, ഇറങ്ങി വാടാ ഊളകളെ, ചെറ്റത്തരം പറയുമോടാ നാറി, മണ്ട അടച്ചു പൊളിക്കും, തൊലിക്കാതെ, പിന്നെ നീ തൊലിക്കാതെ, എന്താ തൊലിക്കാതെ ഉള്ളൂ, നീ തൊലിക്കത്തേ ഉള്ളൂ, കോണക്കൊണയ്ക്കാതെ ഇടാന്നോ, കോടാ, അടിപൊളി. എന്തോ ഭാഷയാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു അവിടുത്തെ ലാംഗ്വേജ് ആയിരിക്കും. നമുക്കൊക്കെ ഇതും കൊണ്ട് വായി പോലും തിരുന്നില്ല. പരനാറി, അതൊക്കെ നോർമൽ തെണ്ടികളെ.
വലിച്ച് കീറിക്കളയും. ഇതൊന്നും കുഴപ്പമില്ല. അപ്പോൾ 23 വയസ്സുകാരി ഇതൊന്നും പറയുന്നതിനൊന്നും കുഴപ്പമില്ല. പാവ ഋഷി കൊച്ചുകുട്ടിയാണ്, പാവപ്പെട്ട സാഹചര്യത്തിൽ വന്നത്. അതുകൊണ്ടായിരിക്കും ജാസ്മോളോട് ബിഗ് ബോസിനോട് ഇത്രയും സ്നേഹം. ഇതുപോലെ ഇതിൻ്റെ അപ്പുറം സംസാരിച്ച ആളാണ് ഈ പറയുന്ന ജാസ്മിൻ. എന്നിട്ട് ഋഷിയെ ഇന്നലെ ഒന്ന് എടുത്തു കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് എടുത്തിട്ട് ചെയ്തത്. എന്താ ജാസ്മിന് മാത്രം ഒരു പ്രത്യേകത. അതൊക്കെ പോട്ടെ, അതൊക്കെ ബിഗ് ബോസിൻ്റെ തീരുമാനവും കാര്യങ്ങളും ഒക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പരിപാടിയിലോട്ട് പോവാം. ഒരുമിച്ചിരുന്നിട്ട് വേറെ വിവാദം ഉണ്ടാക്കാതെ പോടെ. നമ്മുടെ അഖിലേട്ടൻ പറഞ്ഞ കേട്ടല്ല, ജാസ്മിൻ അവനും കൂടെ കൂടി ഇരുന്ന സമയത്ത് നീയൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അവർ കാണിച്ചിട്ടില്ല അഖിലേട്ടാ പറഞ്ഞത്. അഖിലേട്ടൻ ചെന്ന അഖിലേട്ടൻ്റെ ഫാൻസുകാരോട് തന്നെ ചോദിച്ചു നോക്കുമ്പോൾ അഖിലേട്ടൻ അറിയാൻ പറ്റും നല്ല രീതിയിൽ തന്നെ. അവർ കാണിച്ചിട്ടല്ലേ, അല്ലാതെ തുടക്കം തന്നെ എൻ്റെ ലാലേട്ടാന്നും പറഞ്ഞ് തുടങ്ങിയ ഗബ്രിയെ നമുക്കറിയാം. അന്ന് ചാന്തോട്ടിൻ്റെ ട്രോളൊക്കെ വെച്ച് തുടങ്ങിയത് ആൾക്കാർ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. പിന്നെന്താ അവൻ കാണിച്ചത്, ഈ പരിപാടിയും എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിലല്ലേ ഇതൊക്കെ കാണിക്കുന്നത്. പിന്നെ ക്യാമറ എങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് എല്ലാം എൻ്റെ അഖിലേട്ടാ. ഇനി അഖിലേട്ടനെ വെച്ച് ഇവൻ എന്തോ കമ്പയർ ചെയ്യാൻ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഖിലേട്ടൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അഖിലേട്ടൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡ്, അതിൻ്റെ ക്ലിപ്പും കൂടെ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇപ്പം തന്നെ ഈ പറഞ്ഞ അഖിലേട്ടൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് റിലേറ്റഡ് ആയ വിഷയത്തിൻ്റെ സമയത്ത് അഖിലേട്ടൻ പറഞ്ഞു, ഇതൊക്കെ കണ്ട, ഇതൊക്കെ കേട്ട, ഇതൊക്കെ ആരെങ്കിലും കാണും, എന്നാൽ പിന്നെ വല്ല സൈറ്റിൽ വല്ലതും പോയി കണ്ടാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ അഖിലേട്ടനെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഞാൻ അതിൻ്റെ ക്ലിപ്പ് ഒന്ന് വെച്ചുതരാം, അഖിലേട്ടനും കൂടെ ഒന്ന് കണ്ടോ. ഇല്ല, എല്ലാം എന്തോ കാണുന്നതെല്ലാം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളത് മൊത്തം. അത് കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം വേറെ സൈറ്റിൽ കയറി കാണാൻ കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അത്രയും മോശമാണ് അവര് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അല്ല, അത് അഖിലിപ്പോ പറഞ്ഞു, അഖിലിന്റെ കാര്യം പറഞ്ഞു. അഖിലിപ്പോ പറഞ്ഞു ഈ തടവല് കാണാനാണെങ്കിൽ വീറും വൃത്തിയുള്ള തടവല് വേറെ അഖില് പറയുന്നു അത് തന്നെയല്ലെന്ന് എന്റെ ചോദ്യം. ഞാനായിട്ടൊന്നും പറഞ്ഞില്ല, നിങ്ങളായിട്ടെല്ലാം കണ്ടല്ലോ അഖിലേട്ടൻ്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ. നല്ല കാര്യം അഖിലേട്ടാ, നല്ല കാര്യം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ആലോചിക്കുന്നതല്ല, ഇതുപോലെ പല കാര്യങ്ങളും ഇനിയും തെളിയാൻ കിടക്കുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, ഇത് ഡബിൾ സ്റ്റാൻഡ് ആണോ ട്രിപ്പിൾ സ്റ്റാൻഡ് ആണോ എന്നൊന്നും അറിയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ ഞാനാ. പിന്നെ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ, ആൾക്കാർ കമൻറ്റ് വായിച്ചിട്ടാണ് ഓരോരുത്തരെ ജഡ്ജ് ചെയ്യുന്നത്. അല്ല, 24/7 കട്ട് ചെയ്തിട്ടേക്കാണ്, ഈ പറയുന്ന എല്ലാം കട്ട് ചെയ്തിട്ടേക്കാണ്. ഓരോ മനുഷ്യനെ അറിയണമെങ്കിൽ നമ്മൾ അതിനകത്ത് തന്നെ പോയിരിക്കണം. ഓക്കെ ഗൈസ്, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു പൊട്ടിക്കുക, എന്താണെന്നൊക്കെ വെച്ച് ചെയ്യും. ഓക്കെ, ബൈ.